എന്റെ വാത്സല്യ ഭാചനകളെ, ഞാനാകുന്നു സർവാധിപൻ. എൻ്റെ സർവാധിപത്യത്തിൽ നിങ്ങളെ ഞാൻ ചേർത്ത് വച്ചിരിക്കുന്നു. എൻ്റെ സർവാധിപത്യത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എൻ്റെ സർവാധിപത്യത്തിൻ്റെ പ്രസരണം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 20 ഈ മതബോധന പഠനക്കളരിയിൽ നമ്മളിവിടെ അയർലൻഡിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഈ പ്രബോധനത്തിലൂടെ, മതബോധനത്തിൽ നമ്മൾ പഠിച്ചു വളരുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തിന് ശക്തമായ കരുത്ത് ലഭിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവചനത്തിലെല്ലാം നമുക്ക് ലഭിച്ചു. തുടക്കത്തിൽ തന്നെ കർത്താവ് ഒരു പ്രവചനത്തിലൂടെയാണ് നമ്മളെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. വരുവിൻ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് 1078 എപ്പിസോഡാണ്. നമ്മളുടെ ആദ്യ വാക്യം, ഇന്ന് മറ്റൊരു വാക്യം കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. CCC 127 സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറെ ഒരു പ്രബോധനവുമില്ല. അത് വിശുദ്ധ കേസേറിയൻ ഡയങ്ങർ എന്ന വിശുദ്ധൻ്റെ ആ വാക്യം CCCയിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇത് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളതാണ്, പറയാറുള്ളതാണ്. ഈശോ തന്നെയാണ്. പ്രത്യേക ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, ബൈബിൾ മുഴുവനും ദൈവവചനമാണെങ്കിലും സുവിശേഷം ഈശോ പറഞ്ഞ വചനവും അതുമായിട്ട് വ്യത്യാസമുണ്ടെന്ന്. ഈശോ പറഞ്ഞ വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഈശോ തന്നെയാണ്. വ്യക്തിയെന്ന് മാത്രമല്ല, പിതാവിനും ആയിട്ട് ഏക സത്തയായിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ആ വാക്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഇനിയും ഉണ്ടാകാനുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി നമ്മളുടെ റെഗുലറായിട്ടുള്ള 2565 പറയുന്നത്, അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധം. അതാണ് നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. പരിശുദ്ധാത്മാവ് ഇടതുവശത്ത് നമ്മളെ വലതുവശത്തേക്ക് മാറ്റിയിരിക്കുന്നു. തുടർന്ന് പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്, എപ്പോഴും. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ആമുഖ ശീർഷകങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വാക്യമാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ, എല്ലാവരും നേരിട്ട് പറഞ്ഞേ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും
അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ഈ ആശയാണ് ജോയേൽ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ പൂർത്തിയായത്. ജോയേൽ പ്രവാചകനിലൂടെ അതൊരു പ്രവചനമായി വന്നു. എന്താണ്? അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരിലും വസിക്കും എന്നറിയും. എല്ലാവരും പ്രവചിക്കും. ആ പ്രവചനം പന്തക്കോസ്താ ദിവസം പൂർത്തിയായി. അതാണ് പത്രോസ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, ഇത് യോയേൽ പ്രവാചകൻ പറഞ്ഞതാണ്. കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരിലും വസിക്കുന്നുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തിലാണ് ദൈവം അരുളിച്ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നമുക്കൊന്ന് വിശ്വസിക്കാം. എല്ലാ മനുഷ്യരുടെയും മേൽ മനസ്സിലായോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പലരും മാമോദീസ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഈശോയുടെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോസ്തലപ്രവർത്തനം 2:17. എൻ്റെ ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രവചനത്തിനായി കാതോർക്കാം. ദിവസങ്ങളായിട്ട് കർത്താവ് നമുക്ക് തരുന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. ആ ദിവസത്തെ ശുശ്രൂഷ അതനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ ശുശ്രൂഷയിലെ ശക്തമായിട്ട് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രവചനത്തിനെ വളരെ പ്രാധാന്യപ്പെട്ടതായിട്ട് കണക്കാക്കണം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. ഹലബല 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 ഹലബല. ഒരിക്കൽ കൂടി എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കാം പ്രവചനത്തിനായിട്ട്. കർത്താവേ, ഞങ്ങളുടെ സംസാരിക്കണമേ. ഹലബല 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 ഹലബല. കർത്താവേ, അങ്ങയുടെ പ്രവചനത്തിലായിട്ട് ഞങ്ങൾ കാതോർക്കുന്നു. കർത്താവ് തൻ്റെ പ്രവാചകരിലൂടെ സംസാരിക്കാതെ ലോകത്തിൽ ഒരു കാര്യവും ചെയ്യില്ല. മാത്രമല്ല, കർത്താവ് അടുത്ത തലമുറകളിലേക്ക് വേണ്ടി കർത്താവ് നൽകുന്ന പ്രവചനങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൂടി വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഹലബല 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 ഹലബല. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Shalabala halabala. Shandarakira labara makara. Sharakira labara makara. Raku 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 lamara kira labara makara. Shalabiya labiya labara. Rabula makara. Kira labura makara. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എന്നിൽ നിന്ന് പ്രവഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നിങ്ങളെ നയിക്കേണ്ടത്.
എൻ്റെ അഭിഷേകം ഞാൻ നിങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നു, പകരുന്നു. ജ്വലിക്കുന്ന അഭിഷേകം. എൻ്റെ അഭിഷേകത്താൽ ജ്വലിക്കുന്നവരാകുവിൻ. എൻ്റെ അഭിഷേകത്താൽ ജ്വലിക്കുന്നവരാകുവിൻ. വരുവിൻ, എൻ്റെ അടുത്ത് വരുവിൻ. എന്നിൽ നിന്ന് കുടിക്കുവിൻ, എന്നിൽ നിന്ന് നിറയുവിൻ. എൻ്റെ അഭിഷേകം അനന്തമാണ്. എൻ്റെ അഭിഷേകം അതിരുകളില്ലാത്തതാണ്. എൻ്റെ അഭിഷേകം അഗ്രാഹ്യമാണ്. എൻ്റെ അഭിഷേകം ഞാൻ തന്നെയാണ്. എന്നിലുള്ള ത്രിവിധ അഭിഷേകവും നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ അഭിഷേകത്തിൽ ജീവിക്കുവിൻ. അതാണ് ക്രിസ്തീയ ജീവിതം. ഷടക്കീര ലബരമക്കീര റക്കൂല മക്കാറ. ഞാനിതാ ഇന്ന് പൂർവാധികം ശക്തിയോടെ എൻ്റെ അഭിഷേകത്തെ നിങ്ങളിലേക്ക് തുറക്കുന്നു. പൂർവാധികം ശക്തിയിലൂടെ എൻ്റെ അഭിഷേകത്തെ നിങ്ങളിലേക്ക് തുറക്കുന്നു. ഇന്ന് മുതൽ നിങ്ങളിൽ എൻ്റെ അഭിഷേകത്തിൻ്റെ സാന്ദ്രത ഞാൻ വർദ്ധിപ്പിക്കുന്നു. എൻ്റെ അഭിഷേകത്തിൻ്റെ സാന്ദ്രത ഞാൻ വർദ്ധിപ്പിക്കുന്നു. I increase the concentration of my anointing. Shalabakira, Rakalabara, concentrated, condensed. ഞാൻ എൻ്റെ അഭിഷേകത്തിൻ്റെ സത്ത നിങ്ങളിലേക്ക് പകരുന്നു. എൻ്റെ അഭിഷേകത്തിൻ്റെ സത്ത നിങ്ങളിലേക്ക് പകരുന്നു. എൻ്റെ അഭിഷേകത്തിൻ്റെ അതിശക്തമായ കരുത്ത് നിങ്ങളിലേക്ക് പകരുന്നു. ഷറബക്കൂറ ലബുറമക്കൂറ കീര ലബുറമക്കൂറ. പ്രവചനവരം, പ്രഘോഷണവരം, രോഗശാന്തിവരം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന വരം എല്ലാം എൻ്റെ തന്നെ സ്വഭാവമാണ്. എൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിങ്ങളെ പങ്കുകാരാക്കാനാണ് ഞാൻ മനുഷ്യനായി അവതരിച്ചത്. എൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിങ്ങളെ പങ്കുകാരാക്കിയിരിക്കുന്നു. എൻ്റെ ദൈവിക സ്വഭാവമാണ് എൻ്റെ അഭിഷേകം. എൻ്റെ ദൈവിക സ്വഭാവമാണ് പ്രവചനവരം. എൻ്റെ ദൈവിക സ്വഭാവമാണ് രോഗശാന്തിവരം. എൻ്റെ ദൈവിക സ്വഭാവമാണ് പ്രഘോഷണവരം. ഈ സ്വഭാവം നിങ്ങളിൽ സാധാരണഗതിയിൽ സംഭവിക്കണം. ഈ സ്വഭാവം നിങ്ങൾ എൻ്റെ ശരീരത്തിലായതുകൊണ്ട് സാധാരണഗതിയിൽ തന്നെ ഈ സ്വഭാവം നിങ്ങളിൽ പ്രകടമാണ്. എന്നിരുന്നാലും അത് കൂടുതൽ ജ്വലിക്കണം. ആ ജ്വലനത്തിലൂടെയാണ് മനുഷ്യരിലേക്ക്, സമൂഹത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് എൻ്റെ ദൈവിക സ്വഭാവത്തെ കൂടുതൽ ജ്വലിപ്പിക്കേണ്ടത്. ഞാൻ തീയിടാനാണ് വന്നിരിക്കുന്നത്. ഞാനൊരു തീയിടാനാണ് വന്നിരിക്കുന്നത്. ഈ ലോകം മുഴുവനും എൻ്റെ സ്നേഹാഗ്നിയാൽ ജ്വലിക്കണം. എൻ്റെ ജ്ഞാനത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കണം. എൻ്റെ രക്ഷയുടെ അഗ്നിയാൽ ജ്വലിക്കണം. എൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കണം. എൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാൽ ജ്വലിക്കണം. ഷറഖീര മക്കാറ. ഞാനാകുന്നു പുനരുത്ഥാനം. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഞാനാകുന്നു നല്ല ഇടയൻ. ഞാനാകുന്നു സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഞാനാകുന്നു പുനരുത്ഥാനം. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകളും. ഞാൻ നിങ്ങളുടെ രക്ഷകനാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. ഞാൻ നിങ്ങളുടെ കർത്താവാകുന്നു. ഞാൻ നിത്യപുരോഹിതനാകുന്നു. ഞാൻ അത്യുന്നത പ്രവാചകനാകുന്നു. ഞാൻ രാജാധിരാജനാകുന്നു. I am the sovereign God. ആ രാജാധിരാജനായ എൻ്റെ രാജകീയത നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ രാജകീയതയുടെ അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ ചെങ്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. എൻ്റെ ചെങ്കോൽ എടുക്കുവിൻ, സകല അന്ധകാരത്തെയും തകർക്കുവിൻ. സഭയ്ക്കെതിരെയും സഭാപുരോഹിതർക്കെതിരെയും ശുശ്രൂഷകൾക്കെതിരെയും മക്കൾക്കെതിരെയും കുടുംബങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്ന എല്ലാ ശത്രുക്കളെയും
നാമാവശേഷമാക്കുവിൻ. എൻ്റെ ചെങ്കോലിത നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അന്ധകാരത്തെയും ഞാനിതാ ഇപ്പോൾ തന്നെ നിർവീര്യമാക്കുന്നു. എല്ലാ പിശാചിന്റെയും ശത്രുക്കളുടെയും എല്ലാ മാനുഷിക ശക്തികളെയും ഞാൻ നിർവീര്യമാക്കുന്നു. I diffuse and I bind all evil spirit and all human thinking. സാത്താനെ ദൂരെ പോകുക. നിന്റെ ചിന്ത മാനുഷികമാണ്. മാനുഷിക ചിന്തകളെ ഞാനിതാ വിലക്കുന്നു. ദൈവിക ശക്തികളെ ജ്വലിപ്പിക്കുന്നു. നിനക്കെതിരെ വരുന്ന സകലത്തെയും ഞാനിതാ വിലക്കുന്നു. നിനക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ഞാൻ ബന്ധിച്ച് നിഷ്ക്രിയമാക്കുന്നു. മുന്നോട്ട് പോകുവിൻ. കുതിച്ചോടുവിൻ. ഞാനാണ് നിങ്ങളിൽ ജ്വലിക്കുന്നത്. എന്റെ ശക്തിയിൽ പ്രയാണം ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഹലബല നന്ദി കർത്താവേ. Praise you, Jesus. Thank you, Lord. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. Praise the Lord. Come Holy Spirit. ഇന്ന് തന്നെ ഇതെല്ലാം സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ആർക്കെല്ലാം വേണ്ടിയാണോ അതെല്ലാം ഇന്ന് സംഭവിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. കർത്താവ് തൻ്റെ പ്രവാചകന്മാരിലൂടെ പറയാതെയും ചെയ്യാതെയും ഒന്നും ചെയ്യുകയില്ല. ആമോസ് 3:7. കർത്താവ് തൻ്റെ പ്രവചനത്തിലൂടെ വരുന്ന തലമുറകളിലേക്ക് ജ്ഞാനവും അഭിഷേകവും പകരുന്നു. വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രവചനത്തെ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ഇത് ഇന്ന് തന്നെ സംഭവിക്കട്ടെ. അതിൻ്റെ അടയാളമായിട്ട് ഇതാ ഇപ്പോൾ വരുന്ന രോഗശാന്തിയിൽ ഒന്ന്, നെഞ്ചിലുള്ള ഒരു മുഴ മാറുന്നു. ശക്തമായ തലവേദന മാറുന്നു. മൂന്നാമത്തേത് ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ മാറുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, നമുക്ക് ഇന്നത്തെ നമ്മുടെ മാമോദീസയെ കുറിച്ചാണ്. മാമോദീസ എന്ന കുദാശ, മാമോദീസ രക്ഷാകര പദ്ധതിയിൽ ക്രിസ്തുവിൻ്റെ മാമോദീസ 1223 മതബോധന പഠനത്തിൽ വിശുദ്ധ മാമോദീസയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്ന വാക്കുകൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവിൻ്റെ മാമോദീസ 1223. പഴയ ഉടമ്പടിയിലെ സകല പ്രതിരൂപങ്ങളും യേശു ക്രിസ്തുവിൽ അവയുടെ സാക്ഷാത്കാരം കണ്ടെത്തുന്നു. സ്നാപകയോഹന്നാൻ യോർദാനിൽ നദിയിൽ വെച്ച് നൽകിയ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം യേശു തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്നു.
യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. തൻ്റെ പുനരുത്ഥാന ശേഷം അവിടുന്ന് അപ്പസ്തോലന്മാർക്ക് ഈ ദൗത്യം നൽകുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പം ഇതാണ് പ്രധാനമായിട്ടൊരു കാര്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം. ഇവിടെ ആ പഴയ നിയമവും പുതിയ നിയമവും, ആ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം യേശുക്രിസ്തുവിലൂടെ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം, ഗലാത്യ 6:2, അങ്ങനെ ക്രിസ്തുവിൻ്റെ നിയമം നിങ്ങൾ പൂർത്തിയാക്കുക. ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മളിപ്പോഴും പഴയ നിയമത്തിലെ വചനങ്ങളും പഴയ 10 കൽപ്പനകളും, 10 കൽപ്പനകൾ വേണം, പക്ഷെ ആ 10 കൽപ്പനകളെക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ കൽപ്പനയെന്ന് ഈശോ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയണം. സുവിശേഷ ഭാഗ്യങ്ങൾക്ക് ശേഷം മലയിലെ പ്രസംഗത്തിൽ ഈശോ ഓരോന്നും എടുത്ത് പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, കൊല്ലരുത്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഉണ്ടോ? വ്യഭിചാരം ചെയ്യരുത്, കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കൽപ്പനയും ഈശോ എടുത്ത് പുതിയതായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ മാമോദീസായിലൂടെ ജീവിക്കാൻ. മാമോദീസ സ്വീകരിച്ച വ്യക്തി ക്രിസ്തുവിൻ്റെ നിയമത്തിലാണ്, ക്രിസ്തുവിൻ്റെ വചനത്തിലാണ് അവൻ ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ് അവൻ ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ് അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത്. ഹലബല ഹലബല ഹലബല. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഗലാത്യ 6:2. മോശയുടെ നിയമം പൂർത്തിയാക്കാനല്ല. മോശയുടെ നിയമം പൂർത്തിയാക്കിയാൽ പോരാ. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ മോശയുടെ നിയമം പൂർത്തിയാക്കിയാൽ പോരാ, ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കണം. വരുവിൻ, നമുക്ക് തുടർന്ന് അതിൻ്റെ സൈഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന 232 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ജോർദാനിൽ മുക്കിയ മാമോദീസ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾക്കൊരു കൺഫ്യൂഷൻ. പെന്തക്കോസ്തക്കാർ നമ്മുടെ പുറകെ നടന്നിട്ട് പറയുമായിരിക്കും, നിങ്ങൾ മുങ്ങിയിട്ടില്ല. അപ്പോൾ ജോർദാനിൽ മുങ്ങിയ മാമോദീസ അല്ല നമ്മുടെ മാമോദീസ. നമ്മൾ ക്രിസ്ത്യാനി മാമോദീസ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ജലത്തിലും രക്തത്തിലും ആണ്. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ ആണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസയ്ക്ക് മുൻപ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുവോ എന്ന് 3 ഭാഗങ്ങളുള്ള ഒരു ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഉത്തരം നൽകുന്നു. സർവ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 1224 യോഹന്നാൻ നൽകിയിരുന്ന പാപികൾക്കായുള്ള മാമോദീസ നമ്മുടെ കർത്താവ് എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. യേശുവിൻ്റെ ഈ പ്രവൃത്തി തന്നെ തന്നെ ശൂന്യനാക്കുന്നതിൻ്റെ ഒരു പ്രകടനമാണ്. ഈശോ
യോഹന്നാന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ നൽകിയിരുന്ന സ്നാനം പാപികൾക്കായുള്ള മാമോദീസ. നമ്മുടെ കർത്താവ് ഈശോ യോഹന്നാന്റെ അടുത്ത് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞത്, അങ്ങ് എൻ്റെ അടുത്ത് സ്നാനം സ്വീകരിക്കാൻ വന്നിരിക്കുന്നോ? അപ്പോൾ യോഹന്നാന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ഈശോ ആരാണെന്ന്. അപ്പം എന്നിട്ട് ഈശോ പറഞ്ഞു, ഇല്ല, ഇത് ആയിക്കൊള്ളട്ടെ, എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി ഇത് വേണം. പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. യേശുവിൻ്റെ ഈ പ്രവൃത്തി തന്നെ തന്നെ ശൂന്യനാക്കുന്നതിൻ്റെ ഒരു പ്രകടനമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്കുള്ള ബുദ്ധിമുട്ട്. തന്നെ തന്നെ ശൂന്യനാക്കുക എന്നുള്ളത് അത് എളുപ്പമുള്ള കാര്യമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോയമ്പ് കാലത്ത് വിശുദ്ധ യോഹന്നാൻ നൽകിയിരുന്ന പാപികൾക്കുള്ള മാമോദീസ നമ്മുടെ കർത്താവ് എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു. യേശുവിൻ്റെ ഈ പ്രവൃത്തി തന്നെ തന്നെ ശൂന്യനാക്കുന്നതിൻ്റെ ഒരു പ്രകടനമാണ്. ആദിമ സൃഷ്ടിയിൽ ജലത്തിനുമേൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അപ്പോൾ ക്രിസ്തുവിൻ്റെ മേൽ പുതിയ സൃഷ്ടിയുടെ നാന്ദിയായി ഇറങ്ങി വന്നു. യേശുവിനെ തൻ്റെ പ്രിയപുത്രനായി പിതാവ് വെളിപ്പെടുത്തുകയും ചെയ്തു. അതാണ് എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് ഇവിടെ. ഇന്നത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ വായനയിൽ ഇന്നത്തെ സുവിശേഷം ഇതാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഒക്കെ ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? അപ്പം ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടുള്ള ഒരു സഹവാസമാണ്. ആ സഹവാസത്തിൽ വരുന്നതിലാണ് പ്രധാന കാര്യം. ആ സഹവാസത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അല്ലെങ്കിൽ നമ്മളൊരു ശൂന്യവൽക്കരണം നടക്കണം. അതാണ് ഈശോ ദൈവമായിരുന്നിട്ടും ദൈവത്തോടൊപ്പമുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി. അങ്ങനെയുള്ള താഴ്ത്തലിലാണ് ഈ യോഹന്നാന്റെ അടുത്ത് വന്ന് ഈശോ മാമോദീസ സ്വീകരിക്കുന്നത്. അതായത് പാപികളൊക്കെ ക്യൂ നിൽക്കുകയാണ്. ആ ക്യൂവിൽ പരമപരിശുദ്ധനായ ഈശോയും വന്ന് നിൽക്കുകയാണ്. ഈശോ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാ പാപികളുടെയും പാപം നിറഞ്ഞ അവസ്ഥ യേശുവിലുണ്ട്. എങ്കിലും യേശു പാപിയല്ല. കാരണം അതുണ്ടെങ്കിലും യേശു പാപം ചെയ്തില്ല. യേശുവിന് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം യേശു ദൈവമാണ്. എന്നാൽ പാപികളായ മനുഷ്യരെ യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെയും കൂടി വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈശോ ആ വെള്ളത്തിൽ മുങ്ങിയത്. അങ്ങനെ വാസ്തവത്തിൽ മാമോദീസ ജലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. യേശു തന്നെ ആ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് ജലത്തെ ലോകമെമ്പാടും മാമോദീസ ജലമാക്കി മാറ്റി. ഓക്കെ, അപ്പം ആദിമ സൃഷ്ടിയിൽ ജലത്തിനുമേൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, ആദിമ സൃഷ്ടിയിൽ ജലത്തിനുമേൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അപ്പോൾ ക്രിസ്തുവിൻ്റെ മേൽ പുതിയ സൃഷ്ടിയുടെ നാന്ദിയായി ഇറങ്ങി വന്നു. പുതിയ സൃഷ്ടിയുടെ നാന്ദിയായി ഇറങ്ങി വന്നു. അതാണ് ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടി രൂപപ്പെടുകയാണ്. പുതിയ സൃഷ്ടിയുടെ നാന്ദിയായി ഇറങ്ങി വന്നു.
യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഇവിടെ ഒരു പുതിയ ആദം, ആ പുതിയ ആദം, രണ്ടാം ആദം, സ്വർഗത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരാദം, ഭൂമിയിൽ നിന്നല്ലാതെ സ്വർഗീയമായ ശരീരവും സ്വർഗീയമായ ആത്മാവും നിറഞ്ഞ ഒരാദം, രണ്ടാം ആദം പുതിയ സൃഷ്ടിയുടെ നാന്ദിയായി ഇറങ്ങി വന്നു. യേശുവിനെ തൻ്റെ പ്രിയപുത്രനായി പിതാവ് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പിതാവിൻ്റെ ശബ്ദം ഉണ്ടോ? നമ്മൾ യോഹന്നാനിലെ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായി എന്ന് പഠിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ആദി വചനമാണ്. അതൊരു അച്ചു പോലെയാണ്. നമ്മൾ മനസ്സിലാക്കി അച്ചപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അച്ചു വേണം. എന്ന പോലെ വചനം ഒരു അച്ചു പോലെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് പറയുമ്പോൾ അതവിടെ സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ഈ സൈഡ് പാരഗ്രാഫ് 536 വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഈ കാറ്റക്കിസം ശുശ്രൂഷ അവസാനിപ്പിക്കും. സൈഡ് പാരഗ്രാഫ് 536 പറയുന്നത്, സഹിക്കുന്ന ദാസൻ എന്ന നിലയ്ക്കുള്ള യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സ്വീകരണവും ഉദ്ഘാടനവുമാണ് യേശുവിൻ്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ മാമോദീസ. പാപികളോടുകൂടെ എണ്ണപ്പെടാൻ അവിടുന്ന് സ്വയം സമ്മതിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അവിടുന്ന്. അവിടുത്തെ മാമോദീസ അവിടുത്തെ രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെ മുൻ അനുഭവമാണ്. എല്ലാ നീതിയും പൂർത്തിയാക്കുന്നതിന് അവിടുന്ന് ആഗതനായിരിക്കുന്നു. അതായത് പിതാവിൻ്റെ തിരുഹിതത്തിന് അവിടുന്ന് പൂർണ്ണമായി തന്നെ വിധേയനാക്കുന്നു. നമ്മുടെ പാപവിമോചനത്തിനായി മരണത്തിൻ്റെ മാമോദീസ സ്വീകരിക്കുവാൻ ഈശോ സ്നേഹനിമിത്തം സ്വയം സമ്മതിക്കുന്നു. തൻ്റെ പുത്രനിലുള്ള സർവസമൃദ്ധിയും ഉദ്ഘോഷിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്വരം പുത്രനെ സമ്മതത്തിന് പ്രത്യുത്തരം നൽകുന്നു. ഉദ്ഭവ നിമിഷം മുതൽ യേശുവിൽ പൂർണ്ണമായി കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ആവസിക്കുവാൻ ആഗതനാകുന്നു. മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമാണ് യേശു. അവിടുത്തെ മാമോദീസായിൽ സ്വർഗം തുറക്കപ്പെട്ടു. ആദത്തിൻ്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം യേശുവിൻ്റെ മാമോദീസായിൽ അവിടുത്തെ പ്രതി തുറക്കപ്പെട്ടു. യേശുവും പരിശുദ്ധാത്മാവും ജലത്തിലേക്ക് ഇറങ്ങിയതോടെ ജലമെല്ലാം പവിത്രീകൃതമായി നൂതന സൃഷ്ടി കർമ്മത്തിൻ്റെ മുന്നോടിയായിരുന്നു. ഇത് ആണ് യേശുവും പരിശുദ്ധാത്മാവും ജലത്തിലേക്ക് ഇറങ്ങിയതോടെ ജലം അഭിഷേകം ചെയ്യപ്പെട്ടു. പരിശുദ്ധാത്മാവ് പവിത്രീകൃതമാകുന്നു. എന്തൊരു വലിയ കാര്യമാണ്. ഒന്നുകൂടി വായിക്കാൻ തോന്നുകയാണ്. 536 സഹിക്കുന്ന ദാസൻ എന്ന നിലയ്ക്കുള്ള യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സ്വീകരണം ഉദ്ഘാടനവുമാണ് യേശുവിൻ്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ മാമോദീസ. പാപികളോടുകൂടെ എണ്ണപ്പെടുവാൻ അവിടുന്ന് സ്വയം സമ്മതിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അവിടുന്ന്. അവിടുത്തെ മാമോദീസ അവിടുത്തെ രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെ മുൻ അനുഭവമാണ്. അവിടുത്തെ മാമോദീസ അവിടുത്തെ രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെ മുൻ അനുഭവമാണ്. എല്ലാ നീതിയും പൂർത്തിയാക്കുന്നതിന് അവിടെ ആഗതനായിരിക്കുന്നു. അതായത് പിതാവിൻ്റെ തിരുഹിതത്തിന് അവിടുന്ന് പൂർണ്ണമായി തന്നെ വിധേയനാക്കുന്നു. നമ്മുടെ പാപവിമോചനത്തിനായി മരണത്തിൻ്റെ മാമോദീസ സ്വീകരിക്കുവാൻ ഈശോ സ്നേഹനിമിത്തം സ്വയം സമ്മതിക്കുന്നു. തൻ്റെ പുത്രനിലുള്ള സർവസമൃദ്ധിയും ഉദ്ഘോഷിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്വരം
പുത്രന്റെ സമ്മതത്തിന് പ്രത്യുത്തരം നൽകുന്നു. ഉദ്ഭവ നിമിഷം മുതൽ യേശുവിൽ പൂർണ്ണമായി കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് അവിടെ നിരാവസിക്കുവാനാകതനാകുന്നു. മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമാണ് യേശു. അവിടുത്തെ മാമോദീസായിൽ സ്വർഗം തുറക്കപ്പെട്ടുവും ആദത്തിൻ്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം യേശുവിൻ്റെ മാമോദീസായിൽ അവിടത്തെ പ്രതി തുറക്കപ്പെട്ടു. യേശുവും പരിശുദ്ധാത്മാവും ജലത്തിലേക്ക് ഇറങ്ങിയതോടെ ജലമെല്ലാം പവിത്രീകൃതമായി നൂതന സൃഷ്ടി കർമ്മത്തിൻ്റെ മുന്നോടിയായിത്തീരുന്നു. അതാണ് ജലമെല്ലാം. യേശുവും പരിശുദ്ധാത്മാവും ജലത്തിലിറങ്ങി. അങ്ങനെ ജലം വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ജലത്താൽ മനുഷ്യത്തിന് മാമോദീസ നൽകുന്നതിനുള്ള ആശീർവാദം അവിടെ നടന്നു. എന്നാൽ ഓരോ ഉയർപ്പ് തിരുനാളിലും വീണ്ടും ജലത്തെ നമ്മൾ ആ പർട്ടിക്കുലർ ജലത്തെ എടുത്ത് ആശീർവദിക്കുന്നു. അങ്ങനെയാണ് മാമോദീസ ജലത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ആരംഭം. മാമോദീസ ജലത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ആരംഭം വാസ്തവത്തിൽ ഈശോയും പരിശുദ്ധാത്മാവും ജലത്തിൽ മുങ്ങിയപ്പോൾ തുടങ്ങി. അതൊരു ശുശ്രൂഷാരൂപത്തിൽ ഇനി പൊതുവായിട്ട് പള്ളിയിൽ ഉയർപ്പ് രാത്രി ചെയ്യുന്നുവെങ്കിലും ഓരോ സമയത്തും മാമോദീസ നൽകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ വെള്ളത്തെ മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശീർവദിക്കണം. അങ്ങനെ ആ ജലം ഒരു തിയോഫറിക്കലാവും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾ പഠിച്ചപ്പോൾ നമ്മളതിൽ കേട്ടു. തിയോഫറിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ, ഒരു സൃഷ്ടിയായ അപ്പവും വെള്ളവുമെല്ലാം ദൈവത്തെ പകരുന്നതാക്കി മാറ്റുന്നു. അത് രൂപാന്തരപ്പെടുത്ത് ദൈവത്തെ പകരുന്നതാക്കി മാറ്റുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. വെള്ളം പരിശുദ്ധാത്മാവിനെ നൽകുന്ന ക്രിസ്തുവിൻ്റെ രക്തമായി മാറുന്നു. വെള്ളവും വീഞ്ഞും ചേർന്ന ആ പാനീയം ക്രിസ്തുവിൻ്റെ രക്തമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്ദി പറയാം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.